നമസ്കാരം. ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ നേരിട്ടുള്ള മേൽനോട്ടത്തിലേക്ക് ശബരിമല സ്വർണ്ണക്കവർച്ച കേസിൻ്റെ അന്വേഷണം മാറിയതോടുകൂടി ഈ വിഷയം ഒരു സുപ്രധാന വഴിത്തിരിവിലേക്ക് എത്തിയിരിക്കുകയാണ്. കേവലം ഒരു മോഷണ കേസ് എന്ന നിലയിൽ നിന്നും മാറിക്കൊണ്ട് ഇതിന് പിന്നിൽ നടന്ന ഗുരുതരമായിട്ടുള്ള ക്രിമിനൽ ഗൂഢാലോചനയ്ക്ക് അന്വേഷണം നീളാൻ കോടതിയുടെ ഏറ്റവും പുതിയ ഉത്തരവുകൾ കാരണമായിരിക്കുകയാണ്. കീഴ്ത്തട്ടിലുള്ള ചില ഉദ്യോഗസ്ഥരിലും മുൻ ദേവസ്വം കരാറുകാരനായ ഉണ്ണികൃഷ്ണൻ പോറ്റിയിലും മാത്രം ഉത്തരവാദിത്തം നിക്ഷിപ്തമാക്കി രക്ഷപ്പെടാനുള്ള ശ്രമങ്ങൾ ഇതോടെ പരാജയപ്പെട്ടിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ നിലവിലെ സർക്കാരിൻ്റെ ഭാഗമായ ഉന്നത ഉദ്യോഗസ്ഥരും മുൻ ദേവസ്വം ബോർഡ് ഭാരവാഹികളും ചില രാഷ്ട്രീയ നേതാക്കളുമടക്കം അന്വേഷണത്തിൻ്റെ പരിധിയിൽ വരുന്നുവെന്നുള്ള സൂചനകൾ ശക്തമാണ്. ഈ വിപുലമായിട്ടുള്ള അന്വേഷണം കേരള രാഷ്ട്രീയത്തിൽ പ്രത്യേകിച്ചും ഭരണമുന്നണിയിൽ വലിയ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കാൻ സാധ്യതയുണ്ട്. ഹൈക്കോടതിയുടെ സമീപകാല നിരീക്ഷണങ്ങൾ ഈ കേസിൻ്റെ വ്യാപ്തിയെയും ഗൗരവത്തെയും വ്യക്തമായി അടിവരയിടുന്നു. ഇവിടെ ഈ സ്വർണ്ണക്കവർച്ചയ്ക്ക് പിന്നിൽ വൻ തോതിലുള്ളതും കൃത്യമായിട്ട് ആസൂത്രണം ചെയ്തതുമായിട്ടുള്ള ഒരു പദ്ധതിയുണ്ട് എന്ന കോടതിയുടെ കണ്ടെത്തൽ അതീവ പ്രാധാന്യമറിയിക്കുന്ന ഒന്ന് തന്നെയാണ്. ഇതാകട്ടെ ചെറിയ ഉദ്യോഗസ്ഥർക്കിടയിൽ മാത്രം ഒതുക്കി നിർത്താനായിട്ട് പാടില്ലെന്നും ബോർഡ് അംഗങ്ങൾ അടക്കമുള്ളവരുടെ പങ്കിനെക്കുറിച്ച് വളരെ വിശദമായി തന്നെ അന്വേഷിക്കണമെന്നും ഹൈക്കോടതി പ്രത്യേക അന്വേഷണ സംഘത്തിന് കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഈ നിർദ്ദേശമാണ് നിലവിലെയും മുൻപത്തെയും ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാർ ഉൾപ്പെടെയുള്ളവരുടെ പങ്ക് വെളിച്ചത്ത് കൊണ്ടുവരാനായിട്ട് സാധ്യതയൊരുക്കുന്നത്. കേസിൻ്റെ തുടക്കം മുതൽ നിരപരാധിത്വം അവകാശപ്പെട്ടിരുന്ന നിലവിലെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്തിനെതിരെ പോലും കോടതി നിരീക്ഷണങ്ങൾ വന്നത് അത് ഈ കേസുമായി ബന്ധപ്പെട്ട് ഉന്നതതലത്തിലുള്ള ഇടപെടലുകൾക്ക് വ്യക്തമായ തെളിവുകളുണ്ട് എന്നതിൻ്റെ ഒരു സൂചന തന്നെയാണ്. നിലവിലെ ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്തിൻ്റെ പങ്ക് വ്യക്തമാക്കുന്ന ചില സുപ്രധാന വിവരങ്ങളും കോടതിയുടെ നിരീക്ഷണത്തിൽ പുറത്തു വന്നിട്ടുണ്ട്. 2022 അറ്റകുറ്റപ്പണികൾക്കായിട്ട് സ്വർണ്ണപ്പാളികൾ മുൻ കരാറുകാരനായ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഏൽപ്പിക്കാൻ നിർദ്ദേശിച്ചത് നിലവിലെ പ്രസിഡന്റാണ് എന്നതിന് കൃത്യവും വ്യക്തവുമായിട്ടുള്ള തെളിവുകൾ ഹൈക്കോടതിയുടെ മുന്നിലുണ്ട്. ഈ തീരുമാനത്തിലെ വൈരുദ്ധ്യം ദേവസ്വം കമ്മീഷണറുടെ റിപ്പോർട്ടുകളിലൂടെ കോടതി ചൂണ്ടിക്കാട്ടുകയും ചെയ്തു. ചെന്നൈയിലെ സ്ഥാപനത്തിന് അറ്റകുറ്റപ്പണിക്ക് വേണ്ടത്ര വൈദഗ്ധ്യമില്ലെന്ന് കമ്മീഷണർ ആദ്യം റിപ്പോർട്ട് നൽകിയിട്ടും പിന്നീട് പ്രസിഡന്റിന്റെ നിർദ്ദേശപ്രകാരം അതേ കമ്മീഷണർ തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഏൽപ്പിക്കാൻ അനുമതി നൽകിയത് ഇവിടെ ദുരൂഹമാണ്. ഏറ്റവും പുതിയ ഈ ഇടപാടിൽ നിലവിലെ പ്രസിഡന്റിനുള്ള ഉത്തരവാദിത്വവും പങ്കാളിത്തവും പകൽ പോലെ വ്യക്തമാവുകയാണ് എന്ന് കോടതിയുടെ നിരീക്ഷണങ്ങൾ സ്ഥിരീകരിക്കുന്നു. കൂടാതെ കേസിൽ സംശയത്തിൻ്റെ നിഴലിലുള്ള മറ്റ് ചില സുപ്രധാന വിഷയങ്ങളും ഹൈക്കോടതിയുടെ ശ്രദ്ധയിൽ വന്നിട്ടുണ്ട്. 2019 സ്വർണം പൂശിയ ശില്പങ്ങൾക്ക് 40 വർഷത്തെ ഗ്യാരണ്ടി ഉറപ്പു നൽകിയിരുന്നിട്ടും കേവലം 6 വർഷത്തിന് ശേഷം 2025 വീണ്ടും പുതുക്കി പണിയാൻ തീരുമാനിച്ചത് 2019 കവർച്ച മറച്ചുവെക്കാനോ ഒളിപ്പിക്കാനോ വേണ്ടി ആയിരുന്നു എന്ന് ഹൈക്കോടതി സംശയം പ്രകടിപ്പിച്ചു. ഇതാകട്ടെ വെറുതെ ഒരു അനുമാനം എന്ന നിലയിലല്ല, മറിച്ച് കോടതി നിർദ്ദേശിച്ച അന്വേഷണ സംഘം അവർ ശേഖരിച്ച തെളിവുകളുടെയും വിശദാംശങ്ങളുടെയും ഒക്കെ തന്നെ അടിസ്ഥാനത്തിലാണ്. മാത്രവുമല്ല, അറ്റകുറ്റപ്പണികൾക്കായിട്ട് പുറത്തേക്ക് കൊണ്ടുപോയ ദ്വാരപാലക ശില്പങ്ങൾ തന്നെയാണോ തിരികെ വന്നത് എന്ന കാര്യത്തിലും കോടതിക്ക് സംശയമുണ്ട്. അപ്പോൾ ഇത്തരം ചോദ്യങ്ങൾ കേവലം ഒരു മോഷണത്തിനപ്പുറം ബോർഡ് തലത്തിൽ നടന്ന ഗുരുതരമായിട്ടുള്ള ചട്ടലംഘനങ്ങളിലേക്കും ഗൂഢാലോചനകളിലേക്കും വിരൽ ചൂണ്ടുന്നതാണ്. ഹൈക്കോടതിയുടെ ഈ ഇടപെടൽ കേസിൻ്റെ ദുർഗതിയെയും രാഷ്ട്രീയ കാലാവസ്ഥയെയും നിർണ്ണയിക്കുന്നതിൽ നിർണായകമാകും. നിലവിലെ ദേവസ്വം ബോർഡ് ഭരണസമിതിയുടെ പങ്ക് സംശയത്തിൻ്റെ നിഴലിലായതോടുകൂടി നീതിയുക്തമായിട്ടുള്ള അന്വേഷണം ഉറപ്പാക്കാൻ ഭരണസമിതി അധികാരത്തിൽ തുടരുന്നത് ഉചിതമല്ല എന്ന ചോദ്യവും ഉയരുന്നുണ്ട്. പ്രസിഡന്റും അംഗങ്ങളും അധികാര സ്ഥാനങ്ങളിൽ തുടരുമ്പോൾ പ്രത്യേക അന്വേഷണ സംഘത്തിന് എത്രത്തോളം ഫലപ്രദമായിട്ട് ഇതിൽ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുമെന്ന രീതിയിലും ആശങ്ക നിലനിൽക്കുകയാണ്. അതിനാൽ തന്നെ സർക്കാർ ഈ ഭരണസമിതിയെ മാറ്റി നിർത്തി പകരം ഒരു സംവിധാനം ഏർപ്പെടുത്തുകയാണ് ഉചിതം. അന്വേഷണത്തിന് ഭരണസമിതി തടസ്സമുണ്ടാക്കുന്ന സാഹചര്യം വന്നാൽ ഹൈക്കോടതിക്ക് തന്നെ വീണ്ടും ഇടപെടേണ്ടതായിട്ട് വരും. അപ്പോൾ ഈ ഗൂഢാലോചനയുടെ അന്വേഷണം അത് ഉന്നത തലങ്ങളിലേക്ക് നീങ്ങുകയും നിലവിലെ ദേവസ്വം ബോർഡ് പ്രസിഡന്റിൻ്റെ പങ്ക് വ്യക്തമാവുകയും ചെയ്തതോടുകൂടി ഈ സംഭവം ഇപ്പോൾ ഭരണമുന്നണിക്ക് വലിയ പ്രതിസന്ധി സൃഷ്ടിച്ചിരിക്കുകയാണ്. അടുത്ത് വരുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ്, തുടർന്ന് നടക്കാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ്, ഇവയ്ക്കെല്ലാം മുന്നോടിയായിട്ട് പാർട്ടി നേതാക്കൾക്കെതിരെ എന്തെങ്കിലും പുതിയ തെളിവുകൾ പുറത്തു വന്നാൽ CPM അത് തീർച്ചയായിട്ടും കനത്ത തിരിച്ചടിയാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. കേവലം ഇവിടെ ദേവസ്വം മന്ത്രിമാരുടെ തലത്തിൽ മാത്രം ഒതുങ്ങാതെ പാർട്ടിയിലെ കൂടുതൽ ഉന്നത നേതാക്കളുടെ പടിവാതിലുകളിലേക്ക് അന്വേഷണം നീളാനുള്ള സാധ്യതയും കൂടുതലാണ്. നിലവിലെ രാഷ്ട്രീയ സമ്മർദ്ദങ്ങളും മുഖ്യമന്ത്രിയുടെ മകളുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങളും ഒക്കെ തന്നെ ഈ സാഹചര്യത്തിൽ ചേരുമ്പോൾ CPM വലിയൊരു പരീക്ഷണ ഘട്ടത്തെയാണ് അഭിമുഖീകരിക്കുന്നത്. ഈ അയ്യപ്പ കോപം അത് CPMനെയും ഇടതുപക്ഷ മുന്നണിയെയും എപ്രകാരം ബാധിക്കുമെന്നത് തീർച്ചയായിട്ടും കാത്തിരുന്ന് കാണേണ്ടതാണ്.